ഹലോ ഗൈസ്, നമസ്കാരം. എൻ്റെ പേര് പ്രമോദ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ പുതിയ ഫിലിമായ മാർക്കോൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞങ്ങളിതാ സിനിമ കണ്ട് ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തിയിട്ട് തന്നെ ഉള്ളൂ. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ഫസ്റ്റ് ആദ്യമായിട്ട് പറയാൻ എന്താ വെച്ചാൽ, ഉണ്ണിമുകുന്ദൻ അവൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു സിനിമയായിരിക്കും മാർക്കോ. യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. കാരണം ഞങ്ങളിപ്പോൾ ഇതാ കണ്ട് വന്നിട്ടുള്ളൂ. ജനങ്ങളുടെ റെസ്പോൺസ് ആയിക്കോട്ടെ, ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള എൻ്റെയും പിന്നെ എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയിട്ടിരുന്നിട്ടാണ് ഈ പടം കണ്ടിട്ടുള്ളത്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം വയലൻസ് എന്ന് പറഞ്ഞാൽ മലയാള സിനിമ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച വയലൻസ്. ഇതിനപ്പുറത്ത് ഒരാൾക്കും ഒരു വയലൻസും ഇനി മലയാള സിനിമയിൽ ചെയ്യാൻ പറ്റുമോയെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സംശയമാണ്. കാരണം ഇപ്പോൾ പുറത്തുനിന്ന് കുറച്ച് ശബ്ദങ്ങളൊക്കെ വരുന്നുണ്ട്. ആർക്കെങ്കിലും ഒന്ന് ബുദ്ധിമുട്ടാവണമെങ്കിൽ ക്ഷമിക്കണം. നമ്മുടെ ചുറ്റുഭാഗത്ത് ഈ നാൽക്കാലികളൊക്കെ കെട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഉണ്ണിമുകുന്ദൻ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തൊരു പടം. ഇനി അദ്ദേഹം എത്രത്തോളം എഫേർട്ട് ഇടുമെന്ന് തന്നെ സംശയമാണ്. കാരണം എഫേർട്ട് എടുത്തതിൻ്റെ അങ്ങേ അറ്റം ആ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആരെങ്കിലും ഈ സിനിമയെ കുറിച്ചിട്ട് ഇനി വല്ലതും അറിയണം, അല്ലെങ്കിൽ ആ സിനിമയിൽ എന്താണ് ഈ വയലൻസ് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് വളരെ വലുതാണ്. തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ സിനിമ കാണണം. കാരണം തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴാണ് ഈ വയലൻസും അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണിമുകുന്ദൻ എടുത്ത എഫേർട്ടിനെ കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിലെ വയലൻസിനെ സംബന്ധിച്ചിട്ട് കൂടുതൽ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെറിയ മക്കളായിട്ട് തിയേറ്ററിൽ പോകുന്നത് അത്ര നന്നാവൂല. കാരണം ചെറിയ മക്കൾക്ക് അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് സംശയമാണ്. നമ്മളെ പ്രായം ചെന്ന ആൾക്കാർക്കും ഒരു പക്ഷേ അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്നും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വയലൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു മൈൻഡിൽ തന്നെയാണ് നമ്മൾ തിയേറ്ററിൽ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ വയലൻസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേ അറ്റം ഒരു രക്ഷയില്ല വയലൻസ്. എന്താണ് അതിന് പറയാന്നുള്ള വാക്കുകൾ നമുക്ക് കിട്ടണില്ല. കാരണം ഇതിനപ്പുറത്ത് ഇനി വയലൻസ് ചെയ്യാൻ പറ്റൂല കേട്ടോ. ആരെ കൊണ്ടും പറ്റില്ല. ഏത് ഡയറക്ടർ വിചാരിച്ചാൽ പോലും ചെയ്യാൻ പറ്റൂല. കാരണം ഒരു മലയാള സിനിമ ഒരു ആസ് എ ഓഡിയൻസ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് അമേസിങ് എന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ പച്ച മലയാളത്തിൽ പറയുന്ന മാരകമായ ഒരു പടം എന്നൊക്കെ പറയില്ലേ, മാരകം അങ്ങേറ്റം. പിന്നെ മറ്റൊരു കാര്യം, ഈ ക്രിസ്മസിൽ ഇനി ലാലേട്ടന്റെ ആയിക്കോട്ടെ മമ്മൂക്കാന്റെ ആയിക്കോട്ടെ ആരുടെ പടം വരികയാണെങ്കിലും ഒരു രക്ഷയില്ല. ഈ ക്രിസ്മസും ഈ ന്യൂ ഇയറും നമ്മളെ ഉണ്ണിമുകുന്ദൻ മാർക്കോയിലൂടെ തൂത്തുവാരി എന്ന് തന്നെ പറയാം. ഒരു സംശയവും വേണ്ട ആ കാര്യത്തില്. പക്ക മാർക്കോ സൂപ്പർ ഹിറ്റ് അടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഉണ്ണിമുകുന്ദൻ ഇതുപോലെ ഉള്ള ഒരുപാട് നല്ല ക്യാരക്ടറുമായിട്ട് നമ്മുടെ മുന്നിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഫൈറ്റ് സീക്വൻസ് ഒക്കെ പറഞ്ഞാൽ അമേസിങ് ആണ്. ഒരു രക്ഷയില്ല. ഫൈറ്റൊക്കെ മലയാള സിനിമയിൽ പിന്നെ നമുക്ക് ഇതുപോലുള്ള ഫൈറ്റുകൾ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് രണ്ട് ആക്ടേഴ്സിനാണ്. എനിക്ക് തോന്നുന്നത് ഒന്ന് രണ്ട് നടന്മാർക്ക് അത് പറ്റുള്ളൂ. ഒന്ന് നമ്മുടെ പൃഥ്വിരാജ്, ടൊവിനോ, ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ. ഇവര് മൂന്നാളെ ഫൈറ്റിൽ തന്നെ ഉണ്ണിമുകുന്ദൻ ഇതിൽ ചെയ്തു വെച്ചിരുന്ന തന്നെ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുമോ സംശയമാണ്. അങ്ങേയറ്റം എന്താ പറയാ, നമ്മളെ രാം ചരണ പോലെയോ അല്ലെങ്കിൽ അല്ലു അർജുനൊക്കെ ചെയ്യുന്ന അങ്ങേയറ്റം ഫൈറ്റാണ് ഇത്. ഈ പടത്തിൽ ഫൈറ്റിന്റെ കാര്യത്തിലും പിന്നെ എന്താ പറയാ ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ്. എന്തായാലും ഈ സിനിമകൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട നിർബന്ധമാണ്. കാരണം അത് വയലൻസിനെ കുറിച്ചിട്ട് ആണ് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ആയിക്കോട്ടെ. നമ്മുടെ ജഗദീഷ് ചേട്ടൻ തന്നെ പറയുന്നുണ്ട്, 18 വയസ്സ് ആവാത്ത ആൾക്കാർ ഈ പടം പോയി തിയേറ്ററിൽ പോയി കാണുന്നത് ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് വന്നാണ്, ചെറിയ മക്കള് തിയേറ്ററിൽ പോണോട് ഞാൻ അത്ര എന്താ പറയാ താല്പര്യം പറയുന്നില്ല. കാരണം വെച്ചാൽ അങ്ങേറ്റവും വയലൻസ് ആണ്. നമുക്ക് പോലും അതിൽ പല കാര്യങ്ങൾ അത്രയും അങ്ങനെ, കാരണം വെച്ചാൽ അത്രയും കാര്യങ്ങളാണ് ആ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ജഗദീഷേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നെ കൊണ്ട് പലതും ആ സിനിമയിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾ എങ്ങനെയായിട്ട് ജഗദീഷേട്ടൻ ഒന്നും പറയണ്ട, പക്ക എന്താ പറയാ അതിലെ
ഞാൻ കുറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സിനിമ കാണാനുള്ള ആ ഒരു മൂഡ് നഷ്ടപ്പെടും. എന്തായാലും നിങ്ങളോട് ഒരു കാര്യമേ പറയാനുള്ളൂ, പടം നമ്മൾ ക്യാഷ് കൊടുത്ത് കാണുന്ന ഒരു പടം നമുക്ക് ആ ക്യാഷ് തീർച്ചയായും മുതലാവും എന്നുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഓരോ റിവ്യൂല് കേട്ടിട്ടുള്ളത്. ഈ കാര്യത്തിൽ നിങ്ങൾ എത്ര രൂപയാണ് കൊടുക്കുക, അതിന് ഡബിളിന്റെ ഡബിൾ നിങ്ങൾക്ക് മുതലാവുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇത് വെറുതെ പറയണല്ല, കണ്ട് റിലീസിന്റെ അന്ന് റിലീസ് ഷോ കണ്ട് വന്ന് വീട്ടിൽ വന്നേക്കാണ് നിങ്ങളോട് ഈ റിവ്യൂ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വലിയൊരു എക്സ്പീരിയൻസ് ആവും. ഉണ്ണിമുകുന്ദൻ ഈ ന്യൂ ഇയറും ക്രിസ്മസും മാർക്കോയിലൂടെ തൂത്തുവാരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വീഡിയോ ആണ്. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.